ഹലോ നമസ്കാരം. ട്രസ്റ്റഡ് ബേർഡ്സ് അരുൺ സുഭാഷാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മളിൽ നിരന്തരമായിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ട് വരുന്നുണ്ട്. നമ്മൾ മെയിനായിട്ട് പൂങ്കുന്നം, തിരുവമ്പാടി അമ്പലം, പാട്രാക്കൽ, പൂത്തോള് ഒക്കെയാണ് നമ്മൾ മെയിനായിട്ട് അയ്യന്തോള്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഡ്യൂപ്ലക്സ് ഫ്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ ഒരു ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം, അടിയിൽ കിച്ചണിൽ പറഞ്ഞ ഒരു ബെഡ്റൂം, ഹോള്, ഡൈനിങ്, മുകളില് 2 ബെഡ്റൂം, ബാത്റൂം ഒക്കെ ആയിട്ട് ഒരു വീട് പോലെ, 2 നില വീട് പോലെ, ഉള്ളിൽ കൂടെ തന്നെ സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ. അതാണ് ഡ്യൂപ്ലക്സ് ഫ്ലാറ്റ്. അപ്പോൾ അറിയാത്തവർക്ക് പറഞ്ഞു തന്നുള്ളൂ. ഇപ്പം ഞാനുള്ളത് നമ്മുടെ പാട്രാക്കിലാണ്. പാട്രാക്കില് റൗണ്ട് ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ അശ്വിനി ജംഗ്ഷൻ, റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ തിരുവമ്പാടി അമ്പലം. അപ്പം നമ്മുടെ ഈ ഫ്ലാറ്റ് വരുന്നത് തിരുവമ്പാടി അമ്പലത്തിന്റെ തൊട്ട് സമീപം. ഞാൻ അതിന്റെ മുന്നേ ഒരു 24 ലക്ഷം രൂപയ്ക്ക് ഒരു ഫ്ലാറ്റ് ഞാൻ ഇട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ പലരും കണ്ടിട്ടുണ്ടാവും. അതിൽ തന്നെ ഉള്ളൊരു ഫ്ലാറ്റാണ്. ഗ്രൗണ്ട് ഫ്ലോർ ആണ്. അത് 2ാമത്തെ നിലയിലായിരുന്നു. ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ഓക്കെ, 24 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് സോൾഡ് ഔട്ട് ആയി. കാരണം അങ്ങനെയാണ് ലൊക്കേഷൻ. 24 ലക്ഷം രൂപയ്ക്കൊന്നും ഒരു ഫ്ലാറ്റും ഈ റേറ്റിന് കിട്ടില്ല. അതേപോലെ ഇതിന്റെ റേറ്റും അതേപോലെ കുറവ് തന്നെയാണ്. ഞാനത് പറഞ്ഞുതരാം. അത് നിങ്ങൾ ഫ്ലാറ്റിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണും. ഓക്കെ, ഇപ്പോൾ നമ്മള് തിരുവമ്പാടി അമ്പലത്തിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് തിരുവമ്പാടി അമ്പലമാണ്. ഓക്കെ, കണ്ട തിരുവമ്പാടി അമ്പലം. തിരുവമ്പാടി അമ്പലത്തിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുക്കണം. തിരുവമ്പാടി അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള വഴി, അതായത് നമ്മുടെ പൂങ്കുന്നത്തേക്ക് പോകുന്ന വഴി, റെയിൽവേ ക്രോസ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പൊ തിരുവമ്പാടി അമ്പലം കഴിഞ്ഞിട്ട് നേരെ വരുമ്പോൾ ഒന്ന് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് പോയാൽ തന്നെ ഒരു ഓടത്ത് ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ലൈനാണ്. നമുക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലുള്ള വഴിയാണ്. ഓക്കെ, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവമ്പാടി അമ്പലത്തിന്റെ നേരെ ഫ്രണ്ടിലാണ്. എൻ്റെ ബാക്കിൽ കാണുന്നത് തിരുവമ്പാടി അമ്പലമാണ്. ഞാൻ ഈ നിൽക്കുന്ന ജംഗ്ഷനിൽ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാലാണ് ഓടത്ത് ലൈൻ. ഓക്കെ, അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവമ്പാടി അമ്പലം വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. തിരുവമ്പാടി അമ്പലത്തിൽ നിന്ന് പിന്നെ സ്വരാജ് റൗണ്ടിലേക്ക് വടക്കുന്നതിൻ്റെയൊക്കെ അടുത്താണ്. നമുക്ക് നടക്കേണ്ട ദൂരമുള്ളൂ. അങ്ങനത്തെ ഒരു പ്രൈം ലൊക്കേഷനിലാണ് നമ്മുടെ ഫ്ലാറ്റ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ ഫ്ലാറ്റിലേക്ക് പോകുന്ന വഴി ഞാൻ നടന്നിട്ട് കാണിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ കാണുന്നത് തിരുവമ്പാടി അമ്പലമാണ്. ഇത് നമ്മുടെ പൂങ്കുന്നം റെയിൽവേ ക്രോസിലേക്ക് പോകുന്ന വഴി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂങ്കുന്നം ജംഗ്ഷനും കാര്യങ്ങളൊക്കെ ആക്കി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന വഴിയാണ്. കണ്ടോ, ഓടത്ത് ലൈൻ. ഇവിടെ നമ്മളിങ്ങനെ മുന്നോട്ടൊരു 100 മീറ്റർ ഇല്ല 50 മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാറ്റായി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പോകുന്ന വഴിയും കാര്യങ്ങളും നടന്നിട്ട് തന്നെ കാണിക്കാം. ഞാൻ കാറ് പുറത്ത് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഫുള്ള് റെസിഡൻസ് ഏരിയയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഡോക്ടർമാരുടെ വീട്, നല്ല കമ്മ്യൂണിറ്റിയും നല്ല റെസിഡൻസ് ഏരിയ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൈം ലൊക്കേഷനാണ്. തിരുവമ്പാടി അമ്പലത്തിൻ്റെ അവിടെ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ലൊക്കേഷനും തൃശ്ശൂർ ടൗണാണ്. ഇത് നമുക്ക് ഇവിടെ നിന്ന് ഈ ലെഫ്റ്റ് കാണുന്ന ഇങ്ങനെ പോകുന്ന വഴിയാണ്. ഓക്കെ, ഈ കാണുന്ന ബ്ലൂ കളർ പെയിൻ്റ് അടിച്ചിട്ടുള്ള ഫ്ലാറ്റാണ് നമ്മുടെ ഒരു G+2 അപ്പാർട്ട്മെൻറ്റാണ്. ഓക്കെ, നല്ലൊരു കുഴപ്പമില്ലാത്ത നല്ലൊരു അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമുക്കിതിൽ ഇൻഡിവിജ്വൽ കാർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വഴി 2 ഫ്ലാറ്റ് ഉണ്ട്. ആ നേരെ കാണുന്നതും ഒരു ഫ്ലാറ്റാണ്. ഓക്കെ, ഇത് ഹോളാണ്. ഹോള് പ്ലസ് ഡൈനിങ്. ഞാൻ പറഞ്ഞ പോലെ ഇത് ഡ്യൂപ്ലക്സ് ഫ്ലാറ്റാണ്. അപ്പോൾ അതിന് ഞാൻ കാണിച്ചത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു എൻ്റെ റൈറ്റ് സൈഡിൽ ഒരു വാഷ് ബേസ് ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മുടെ സ്റ്റേഴ്സിലേക്ക് പോകുന്നത്, മുകളിലേക്ക് പോകുന്നത്. സ്റ്റേഴ്സ് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെ നമുക്കൊരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് പോകാനുള്ളൊരു സ്പേസ്. ഓക്കെ, മുകളിലേക്ക് വരുമ്പോൾ മുകളിൽ ബാൽക്കണി ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഈ അടിയിൽ തന്നെ ഈ ഹോളിൽ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഓക്കെ, ബാത്റൂമിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളൊരു സ്റ്റേഷനറി ഡീലിക്ക് വരികയാണെങ്കിൽ നമ്മൾ അടിയിലൊരു ബാത്റൂം ഉണ്ട്, മുകളിലൊരു ബാത്റൂം ഉണ്ട്. പിന്നെ ചുറ്റുള്ള മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളും. ബാത്റൂം നമ്മൾ ക്ലോസറ്റ് എല്ലാം മാറ്റി എല്ലാം വൃത്തിയാക്കി തരും. പിന്നെ മുകളിലത്തെ ബാത്റൂം അതേപോലെ ആക്കി തരും. ഒരു കൂട്ട് പെയിന്റിങ്ങും പിന്നെ ബാക്കി മെയിൻ്റെനൻസ് വർക്കും പ്ലംബിങ്ങും പൈപ്പ് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയ തന്നെ മാറ്റി വെച്ച് തരും. ഓക്കെ, അപ്പോൾ അത് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു. അതൊക്കെ നമ്മൾ കോംപ്ലിമെന്റ് ആയിട്ട് ചെയ്ത് തരും. ഇതിന്റെ റേറ്റിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. റേറ്റ് ഞാൻ പറയാം. ഇപ്പം ഇവിടെ നമുക്കൊരു അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട്. ഇവിടെ നമുക്കൊരു
പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഓക്കെ, ഒരു വർക്ക് ഏരിയ സ്പേസ് പോലെ ഗ്രൗണ്ട് ഫ്ലോർ ആണല്ലോ, നമുക്ക് ചുറ്റും നടക്കാനുള്ള ഒരു ഇതും കൂടി ഇതിലുണ്ട്. പിന്നെ ഇതൊരു G+2 അപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഒരു 5 ഫ്ലാറ്റേ ഉള്ളൂ. അതിൽ തന്നെ ഗ്രൗണ്ട് ഫസ്റ്റ് ഇത് തന്നെയാണ്. പിന്നെ ഹോളെന്ന് നമ്മുടെ ബെഡ്റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് വരുമ്പോൾ ഇവിടെ ഒരു കിച്ചണാണ്. കിച്ചൺ കണ്ടില്ലേ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ്. അങ്ങനെ കണ്ടോ, നമുക്ക് ഇവിടെ നിന്നൊരു വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഔട്ട് ഉണ്ട്, സിങ്ക്, പിന്നെ നല്ല എന്താ പറയാ ലൈറ്റ് വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ്. എല്ലാ ഫ്ലാറ്റിലും അങ്ങനെ വരണമെന്നില്ല. ഇവിടെ നമുക്കൊരു വാഷ് സ്പേസും പിന്നെ ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ. ഈ ഹോളിൽ നമുക്ക് മുകളിലത്തെ വിശേഷങ്ങളിലേക്ക് പോകും. ഓക്കെ, ഞാൻ പറയുന്നത് വീട് പോലെ തന്നെ ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, രണ്ട് നില വീട് പോലെ തന്നെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. വീട് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഡ്യൂപ്ലെക്സ് ഫ്ലാറ്റിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വരാന്ത പോലെ, ഇവിടെ നിന്ന് ഒരു വരാന്ത നേരെ പോയി കിട്ടുന്ന ഒരു ബെഡ്റൂമും, ഇങ്ങനെ കയറുമ്പോൾ ഒരു ബെഡ്റൂമും കൂടിയാണ്. അടിയിൽ ഒരു ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂം. ഈ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ അറ്റാച്ച്ഡ് വാഷ്റൂമോട് ഒരു ബെഡ്റൂമാണ്. ഓക്കെ, ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ബെഡ്റൂമിലേക്ക് വരുമ്പോ ഈ വരാന്ത ലോഡ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ അനുഭവിക്കും. ഇത് വേറൊരു ബെഡ്റൂമാണ്. നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ. ഇവിടെ നമുക്കൊരു ബാൽക്കണി, നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഒരു അടിപൊളി. നമുക്കിപ്പോൾ ഇവിടെ ആണെങ്കിൽ വെടിക്കെട്ടിൽ മുകളിലൊക്കെ വരുന്ന വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് കാണാം. കാരണം ലൊക്കേഷൻ അങ്ങനെയാണ്. തിരുവമ്പാടി അമ്പലത്തിന് തൊട്ട് സമീപമാണ് ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ മുകളിലത്തെ വിശേഷങ്ങൾ. അപ്പൊ ഞാൻ അടിയിൽ കാണിച്ചു തന്നു. ഞാൻ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഓക്കെ, വെറും 35 ലക്ഷം രൂപയ്ക്ക് 1250 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 3 ബെഡ്റൂം ഫ്ലാറ്റ്, അതും ഡ്യൂപ്ലെക്സ് ഫ്ലാറ്റ്. ലൊക്കേഷൻ തിരുവമ്പാടി അമ്പലമാണ് കേട്ടോ, പ്രൈം ലൊക്കേഷനാണ്. വെറും 35 ലക്ഷം രൂപയുള്ളൂ 3 ബെഡ്റൂം ഫ്ലാറ്റ്. അപ്പോൾ ഫ്ലാറ്റ് എല്ലാവരും കണ്ടില്ലേ, ഉള്ളത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞാൻ ഈ നമ്പർ കൊടുത്തില്ലേ, 8943333633. ഇതിൽ നിങ്ങൾ കോൾ ചെയ്താൽ മതി. വാട്സപ്പിലേക്ക് അല്ലെങ്കിൽ എന്നെ കോൾ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.